ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് മിറാജ് നോമ്പായിരിക്കില്ല എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ. ഈ മൂക്കില്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും ഉപ്പയും കുട്ടികളും എല്ലാവരും പാടെ എൻ്റെ താത്താൻ്റെ വീട്ടിൽ പോകട്ടോ, വറ്റിലൂർക്ക് പോവാണ്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം? സുഖമാണോ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസൊക്കെ ഇടുക കേട്ടോ. പിന്നെ അപ്പോൾ 11 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 മണി ആവാനായി. ഞങ്ങൾ മാറ്റിയിട്ട് കുറേ നേരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നോമ്പൊക്കെ ആയപ്പോൾ ഭക്ഷണങ്ങളൊന്നും ഇപ്പം രാവിലെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ അങ്ങനെ ഉറങ്ങീനു കേട്ടോ. ഉറങ്ങുക തന്നെ അങ്ങനെ ബോധമില്ലാതെ ഉറങ്ങിപ്പോയിട്ടില്ല, എന്നാൽ വിളിച്ചുണരും ആ രീതിക്ക് ഉറങ്ങീനു. അപ്പോൾ പെട്ടെന്ന് ഉമ്മാൻ്റെ കോളൊന്നു. ഉമ്മ ചോദിച്ചു വറ്റിലൂർക്ക് ഉണ്ടോ, താത്താൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട് വെച്ചപ്പോൾ ഞാനുണ്ട് പറഞ്ഞ അങ്ങനെ. അപ്പോൾ അതങ്ങനെ പോവാട്ടോ. പിന്നെ ഞാൻ വന്നിട്ടൊന്നും അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. താത്താനെ ഇവിടുന്ന് കണ്ടു എന്നല്ലാണ്ട് അവിടേക്ക് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ മൂത്താപ്പാനെയും മൂത്തമ്മാനെയും എല്ലാവരും കാണണം. അങ്ങനെ അവിടെ അപ്പോൾ ഞാനവിടെ ഒരിക്കൽ പോയ സമയത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മളിനി പോണ സമയത്ത് വീഡിയോ എടുക്കാം. ഇപ്പോൾ വരും, വണ്ടി ഇപ്പോൾ വരും. 11 മണി ആവാനായി. മുത്തുമണികളെ ഉമ്മ ഫാൻസിൻ്റെ മുന്നിലായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് തുടക്കട കോല് ചൂലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇപ്പോൾ വരുന്നുണ്ട്. ഞങ്ങളോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. കോട്ടേഴ്സ്ക്ക് പോണ വയ്യാട്ടത്. അപ്പോൾ ഇപ്പോൾ വരും, വണ്ടി ഇപ്പോൾ വരും. വെയിറ്റിംഗ് ആണ്. അവിടെ നോക്കണു ഗൈസ്, ഇക്ക നിൽക്കണു. ഇക്ക ഉണ്ടോ? പച്ച ടീഷർട്ട് ഇട്ടിട്ട് അതാ കൈ കാട്ടണണ്ടില്ലേ, അത് കേട്ടോ. വണ്ടി ഇപ്പോൾ അതിലെ വരും. ഞങ്ങൾ അപ്പോൾ അവിടെ ആയിട്ട് ഇക്ക വർക്ക് ചെയ്യുന്നത്. വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഉമ്മ ഇപ്പം വന്നിട്ടോ. ഞാൻ ഓട്ടോയിൽ കയറി. പിന്നെ ഇപ്പം ഉണ്ടാക്കിയ വാഴക്കൊലൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ വിൽക്കാൻ വേണ്ടി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിൽ ഡിക്കിയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ വാഴക്കൊലക്ക് വില കുറവാ തോന്നുന്നുണ്ട്. അപ്പോൾ ചെറിയ പൈസ കിട്ടിയിട്ടൊക്കെ ഉള്ളൂ. വാഴക്കൊല കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നമ്മൾ വാഴക്കൊലൊക്കെ കൊടുത്തു കേട്ടോ. വാഴക്കൊല കൊടുത്ത് പൈസ ഒക്കെ മേടിച്ച് അങ്ങനെ താത്താൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരു തോട്, അതുപോലെ പാടം, നല്ല രസമുള്ള സ്ഥലമായിട്ടത്. ഇത് ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്, കാണാൻ തന്നെ രസമാണ്. റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുക, അടിപൊളിയാവും. നല്ല അടിപൊളി ക്യാമറയിലൊക്കെ എടുക്കണം റീൽസുകൾ. അടിപൊളി സ്ഥലമായിട്ടത്. രാത്രിയൊക്കെ നല്ല തണുപ്പ് അതിൽ കൂടെ വരാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എത്തിട്ടോ, അങ്ങോട്ടേക്ക് എത്തി പോവാണ്. അപ്പോൾ വണ്ടീൻ്റെ പൈസ കൊടുക്കുന്നുണ്ട്. ബാക്കിൽ വരുന്നുണ്ട്. ഉമ്മീറ്റൊക്കെ മുന്നിട്ട് പോയി. ഇടവഴിയിലൂടെ നടന്ന് പോണു ഗൈസ്. സപ്പോസ് ഡ്രീം വേൾഡ്. താത്താൻ്റെ വീട്ടിലെത്തിട്ടോ. എല്ലാവർക്കും നോമ്പായതുകൊണ്ട് വെള്ളമൊന്നും വേണ്ട. ഇതൊക്കെ പുതിയ എടുപ്പിച്ചാട്ടോ അളമാറ. താത്താൻ്റെ വീട്ടിൽ ഇതാണ് സ്വന്തം വീടാട്ടോ. ഇതോരോ റൂമാണ്. ഞാൻ അങ്ങോട്ട് വന്ന് ഇരിക്കുകയാണ്. പിന്നെന്താണ് ഗൈസ് വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചൊന്നും കാണിക്കാണ്ടായിരുന്നു. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താം. അപ്പോൾ ഗൈസ് താത്താൻ്റെ വീട്ടിലെത്തി. താത്ത അടുക്കളയിലുണ്ട്. നമ്മൾ വന്ന സമയത്ത് പൈനാപ്പിള്, പഴം, നെയ്യപ്പം ഒക്കെ കൊണ്ടുവന്ന് ഉമ്മ ഉണ്ടാക്കി കൊടുന്നാട്ടത്. താത്താക്കൊന്നും വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല കേട്ടോ. അതാ താത്ത അവിടെ ഒളിച്ചിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ. താത്ത പറഞ്ഞിട്ട് നോമ്പ് പറഞ്ഞിട്ടൊക്കെ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ. ഇക്കാക്കൊക്കെ നോമ്പുള്ളതാണ്. അപ്പോൾ നോക്കട്ടെ, ഇക്കാട് ചോദിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പർദ്ദൊക്കെ ഊരിട്ടോ. പർദ്ദ ഊരിയിട്ട് ഇവിടെ വെക്കണം. എൻ്റെ പൈസൻ്റെ ബാഗ്, എൻ്റെ പിന്നാളൊക്കെ ബാഗിൽ വെക്കട്ടെ. പോകുമ്പോൾ ചുറ്റും ഞാൻ തട്ട നോക്കി
ഫോൺ മറിഞ്ഞു. തട്ട ഞാൻ വേറെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിടും. വേറെ തട്ടം കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ ഹാൻഡ് ബാഗിൽ തട്ടം വേറെ എടുത്തിരുന്നു കേട്ടോ. ഇവിടെ മീനിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടും മരുത്ത് മറ്റേ ചിലയിടത്ത് കമ്പിളി നാരങ്ങ അറിയും, നമ്മളവിടെയൊക്കെ മാതള നാരങ്ങ എന്ന് പറയും കേട്ടോ. അതുണ്ട്. പിന്നെ ഇരുമ്പം പുളി, നമ്മളവിടെ പുളി എന്താ ഉറക്കാപ്പുളി ഇതൊക്കെ ഉണ്ടാവണുള്ളൂ. ആ കുഞ്ഞേതാ ഒക്കെ ഉണ്ടാവണുള്ളൂ. പൂട്ടിട്ടുള്ളൂ. നല്ല രസമുള്ള പൂവില്ലേ, ഒന്ന് വളർന്നു ഇതാ പൂവ്, നല്ല രസമുള്ള പൂ. പിന്നെ ഉറുമാമ്പഴത്തിൻ്റെ മരതാ, വാഴ, കവുങ്ങ്, തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എന്താ ചെറിയ ഇതൊക്കെ ഇവിടെ ചാടി കിടക്കണതാ, കമ്പിളി നാരങ്ങൻ്റെ. മുത്തുമണികളെ, ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് കേട്ടോ, പുതിയ ഡ്രസ്സാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതൊന്ന് താത്താക്കതാ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓളം മെഷീനിൽ വന്ന് എനിക്ക് അടിക്കണം ഡ്രസ്സ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സോടെ വന്നിരുന്നത്. ഞാനതൊന്ന് അടിക്കട്ടെ. കത്രിക വെച്ചിട്ട് മുത്തമാനോട്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് ഷെയ്പ്പാക്കി കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലാക്ക്. എനിക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ഇല്ല, പർദ്ദേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ് വരുന്നത്. ഇതാ ഡ്രസ്സ് വരുന്നത്. രസമല്ലേ അത്? ജസ്റ്റ് ഒന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ മുത്തുമണികളെ, നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു മിനിറ്റ് ഫോൺ ക്ലിയർ ഇല്ലേ, വർത്താനൊക്കെ പറഞ്ഞു നിന്ന് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മൂത്തമ്മ ഐലിനർ പോയി, പക്ഷേ മസ്കാര പോയിട്ടില്ല. മസ്കാര എത്തി ഞാൻ. മൂത്തമ്മാൻ്റെ താത്താൻ്റെ മൂത്തച്ഛൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞാൻ വീട് എടുക്കൂല കേട്ടോ. അവിടെ ഒന്ന് പോയി വരുന്നറിഞ്ഞ. അപ്പോൾ ഉമ്മ നിസ്കരിക്കാണ്. ഉമ്മാൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഉമ്മാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ പോകാൻ വേണ്ടിയിട്ട്. താത്താൻ്റെ കുട്ടി തൊട്ടിയിൽ ഉറങ്ങുന്നുണ്ട്. കമന്നാ കിടക്കണത് എൻ്റെ പോലെ. ഞാൻ കമന്നാ കിടക്കുക. 10 മണികളെ ഞങ്ങൾ താത്താൻ്റെയും മൂത്തച്ഛൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോവാം കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ കിടന്ന്. അപ്പോൾ അങ്ങനെ പോവാം, നമ്മളെല്ലാവരും പാടെ പോവാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. പോവാ. ഞങ്ങൾ അവിടെ പോയിട്ട് വന്നു കേട്ടോ. ആ കാണുന്ന വീടാട്ടോ താത്താൻ്റെ മൂത്തച്ഛൻ്റെ വീട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിനി നോമ്പ് തുറന്നിട്ടാട്ടോ പോണത്. നടന്ന് നോമ്പ് തുറന്നിട്ട് ഞങ്ങളിനി പോണത്. നമ്മൾ നോമ്പറക്കൽ വിടുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, പൈനാപ്പിൾ കട്ട് ചെയ്യുക. അപ്പോൾ റയ്യാന് നോമ്പുണ്ട് കേട്ടോ. റയ്യാൻ ഇപ്പം തന്നെ ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ. ഓനോട് ഞാൻ പറഞ്ഞിനു അങ്ങനെ കുട്ടി എടുക്കണ്ടെന്നൊക്കെ. പക്ഷേ ഓന് പറഞ്ഞു പക്ഷേ ഞാൻ എടുക്കണ്ടല്ലോ. അങ്ങനെ ഓനും എടുത്തിനു കേട്ടോ. മോള് പിന്നെ എടുത്തിട്ടുണ്ടായില്ല. അവൾ അത്താഴത്തിന് എണീച്ചിട്ടുണ്ടായില്ല. ആ കാണുന്ന താത്താൻ്റെ മോനാട്ടോ. അവൻ്റെ ഉപ്പാക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയത് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചങ്ങാണ്ട് തൊലി ചെത്തണത് കേട്ടോ. എന്നിട്ട് തൊലി ചെത്തിയതിന് ശേഷം പിന്നെ കഴുകിയിട്ട് കട്ട് ചെയ്യാൻ എഴുതിയിട്ടാണ്. അപ്പോൾ അതാ ഇവിടെ തന്നെ. ഇനിയിപ്പോൾ അത് കൗണ്ടർ ടോപ്പ് എന്താ കഴുകിയിട്ടില്ലല്ലോ, ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ
കമൻ്റ് ഒന്നും ചെയ്യേണ്ട ആരും. അപ്പോൾ നല്ലോണം കഴുകിയിട്ടാണ് ഇനി കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്തത് തൊലി കളഞ്ഞത് ഞാൻ കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാനൊരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യണത് ഇതാട്ടോ കട്ടിംഗ് ബോർഡ്. താത്തന്നെ ഉണ്ടാക്കിയാൽ തോന്നുന്നുണ്ട് കട്ടിംഗ് ബോർഡൊക്കെ. ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞാൻ താത്താണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, വട്ടത്തിലാണോ അതോ കഷ്ണങ്ങളാക്കിയിട്ടാണോ എന്നൊക്കെ ഞാൻ താത്താട് ചോദിക്കാം കേട്ടോ. കാരണം നോമ്പ് എല്ലാവർക്കും കഴിക്കണ്ടേ, അപ്പോൾ അതാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് റൗണ്ടിൽ വെട്ടി. അപ്പോൾ താത്ത പറഞ്ഞു അങ്ങനെയല്ല, നടു വെട്ടിയിട്ട് പിന്നെ അങ്ങനെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയാൽ മതി പറഞ്ഞു. അത് കഴിഞ്ഞു. പത്തിരി ചൂടട്ടെ. ഇനി മൂത്തമ്മ മാരൊക്കെ ഞാൻ ചൂടാ. താത്താനോട് വന്നിട്ട് പത്തിരി ചൂടാണ്. പത്തിരി ഒക്കെ നൊസ്റ്റാൾജിയാണ് ഗൈസ്, നൊസ്റ്റാൾജി ഗൈസ്. അടുപ്പിൽ പത്തിരി ചൂടുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ അസറസ്കാരം കഴിഞ്ഞുകൊണ്ട് ടെറസിൻ്റെ മേലേക്ക് വെറുതെ വന്ന കേട്ടോ. അപ്പോൾ അതാ അവിടെ 2 കമ്പിളി നാരങ്ങ ഉണ്ടോ, മഞ്ഞ കളർ. എവിടെ അതവിടെ 2 കമ്പിളി നാരങ്ങ പഴുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പച്ചയാണ്. താത്താനൊരു ടെറസിൻ്റെ മുകളിലാട്ടാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ കാണിച്ചു ബാക്ക് ക്യാമറ പച്ച ഉണ്ടോ. അവിടെ അതാ കാണുന്നുണ്ടല്ലേ, ഇങ്ങോട്ടൊക്കെ അവിടെ കണ്ടോ ഒരു മഞ്ഞ ഉണ്ടോ, അത് ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ആയിട്ടില്ല, അത് മാത്രമായിട്ടുണ്ട്. അവിടെ ഇതാ ഒരെണ്ണം ഇതാ അതും ആയിട്ടുണ്ട്. ആ അടിയിലും ഇപ്പം എല്ലാതും അത് നിരത്തി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇതാ മൂച്ചി കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന്. മാങ്ങ ഉണ്ടോ, കണ്ണി മാങ്ങ അന്ന് തിന്നാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോമ്പായതുകൊണ്ട് പറ്റൂല. അപ്പം അങ്ങനെയൊക്കെയാണ് താത്താൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ. ടെറസാണ് ടെറസ്. അപ്പോൾ പത്തിരിപ്പണി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടെറസിന് മേലൊക്കെ വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. നല്ല ചൂടാണ് അവിടെ. അപ്പോൾ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞു. കറി ചിക്കനാട്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. ചിക്കനാണ്, പിന്നെ പത്തിരി. അപ്പോൾ ഗൈസ് ഇതാണ് കറി. നല്ല തേങ്ങ അരച്ചത്. പിന്നെ താത്ത വേറൊരു സാധനം ഉണ്ടാക്കിയണോ, തരിപ്പായസം. താത്ത ഉണ്ടാക്കിയ കേട്ടോ തരിപ്പായസം.
പിന്നെ പത്തിരി ഉണ്ട്. എന്തേ സിറ്റൗട്ടിൽ ആരുമില്ല. അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, താത്താനിട്ടൊക്കെ അവിടെ. അപ്പോൾ മുത്തുമണികളെ, നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും വെള്ളമൊക്കെ ഇവിടെ എടുത്ത് വെച്ചുകൊണ്ടോ. അപ്പോൾ മുത്തുമണികളെ, എൻ്റെ മോനൊക്കെ നോമ്പ് എടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. മിറാജിൻ്റെ നോമ്പ് നമുക്ക് തന്നെ ചെയ്യണം. അപ്പോൾ കുട്ടികളെ അവസ്ഥ അല്ലട്ടെ. നോമ്പ് എങ്ങനെ ഉണ്ട്? മിറാജ് നോമ്പ് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ലാന്നോ? കുഴപ്പമില്ല, നോമ്പ് തുറക്കാനായി. മൈദസ്കാരം കഴിഞ്ഞ് പത്തിരി കോഴിക്കറി നല്ല കട്ടൻ ചായ, പാൽ ചായ ഉണ്ട്. ഞാൻ കട്ടൻ ചായ മതി പറഞ്ഞ അങ്ങനെ കഴിക്കട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് നമ്മൾ അളിയാക്ക അവിടുന്ന് വണ്ടിയൊക്കെ ആക്കി തന്നു കേട്ടോ, തിരിച്ച് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് പോരുകയാണ്. ഞാൻ ഇക്കാക്കുള്ള പത്തിരിയും ചിക്കൻ കറിയൊക്കെ എടുക്കുന്നുണ്ട്. കാരണം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കും നോമ്പുള്ളതാണ്. ഞാൻ പോയിട്ട് വേണം ഇക്കാക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീട്ടിലോട്ട് മടങ്ങി പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.